ഫസ്റ്റ് സെക്ഷൻ ബൈനറി ഓപ്പറേഷൻ ആണ്. ബൈനറി ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനറി മീൻസ് 2 ആണ്. അപ്പോൾ നമ്മൾ രണ്ട് എലമെൻസിനെ, ഇപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ രണ്ട് എലമെൻസിനെ നമ്മൾ യൂസ് ചെയ്തിട്ട് രണ്ട് എലമെൻസിനെ നമ്മൾ ഒരു ഓപ്പറേഷൻ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാണ്. ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കാം, ഡിവിഷൻ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ വെച്ചിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു സിംഗിൾ എലമെൻ്റ് ആയിരിക്കും കിട്ടുക. ഇപ്പോൾ നമ്മൾ എ ബി എന്ന് പറഞ്ഞ രണ്ട് എലമെൻറ്റ്സ് എടുക്കുകയാണ്. എ ബി എന്ന് പറഞ്ഞ രണ്ട് എലമെൻറ്റ്സ് എടുത്തു, ബൈനറിയാണ്, അപ്പോൾ രണ്ട് എലമെൻറ്റ്സ് എടുക്കുകയാണ്. ഇനി നമ്മളോട് യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ ഇപ്പോൾ അഡീഷൻ ആണെങ്കിൽ എന്തായിരിക്കും, എ പ്ലസ് ബി ആയിരിക്കും ഓപ്പറേഷൻ വരുന്നത്. ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു വാല്യൂ കിട്ടും, ഒരു സിംഗിൾ യൂണിക് വാല്യൂ കിട്ടും. ഇപ്പോൾ സി ആയിട്ട് എടുത്തു. അപ്പോൾ ഇതിനെ ജനറലി പറയുന്നതാണ്. ഇപ്പോൾ എയും ബിയും രണ്ട് ഡൊമൈനിലത്തെ രണ്ട് എലമെൻറ്റ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന നമ്പറും അതും ഏതിലുണ്ടായിരിക്കണം, നമ്മൾ എടുക്കുന്ന സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് എ ഈസ് എ ഫംഗ്ഷൻ ആയിരിക്കണം. സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു എ ആണ്. വി ഡിനോട്ട് സ്റ്റാർ ഓഫ് എ ബി ബൈ എ സ്റ്റാർ ബി. എ ക്രോസ് എ എന്ന് പറയുമ്പം എ ക്രോസ് എയിലത്തെ എലമെൻറ്റ്സ് ഒക്കെ ഏത് ഫോം ആയിരിക്കും, ഓർഡേഡ് പെയർ എ ബി എന്ന് പറഞ്ഞ ഫോം, എയോ എ ബി എന്ന് പറഞ്ഞ ഫോം ആയിരിക്കും. ഇപ്പോൾ എ ബി എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് എലമെൻറ്റ്സ് എവിടെ ഉണ്ടായിരിക്കണം, എയിലുണ്ടായിരിക്കണം. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഡൊമൈൻ വരുന്നത് എന്താ, എ ആണ്. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന ആ നമ്പറും ഏതിലുണ്ടായിരിക്കണം, എയിലുണ്ടായിരിക്കണം. ഇനി ഈ ഓപ്പറേഷൻ ജനറലായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റാർ നമ്മളിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സ്റ്റാർ എന്ന് പറയുന്നത് അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, ഡിവിഷൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ സ്റ്റാർ ഓഫ് എ ബി എന്ന് പറയുന്നത്, ഓർഡർ പെയർ എ ബി എന്ന് പറയുന്നത് എ സ്റ്റാർ ബി ആണ്. Example 29. Show that addition, subtraction and multiplication are binary operations on R, but division is not a binary operation on R. Further show that division is a binary operation on the set R star of non-zero real numbers. ഇതിൽ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ബൈനറി ഓപ്പറേഷൻസ് ആണ്. ഡിവിഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ അല്ലെന്നാണ് കാണിക്കേണ്ടത് ആറിൽ. ഇനി ആർ സ്റ്റാർ എടുക്കുകയാണെങ്കിൽ, അതായത് നോൺ സീറോ റിയൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആണ്. ഫസ്റ്റ് തന്നെ ഈ ഓപ്പറേഷൻസ് എങ്ങനെ ഡിഫൈൻ ചെയ്യണം, ബൈനറി ഓപ്പറേഷൻസ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ആദ്യം അഡീഷൻ എടുത്തു. അഡീഷൻ എന്ന് പറയുന്നത് ആർ ക്രോസ് ആറിൽ നിന്ന്, ആറാണ് നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന സെറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ആർ ക്രോസ് ആറിൽ നിന്ന് ആറിലോട്ടുള്ളൊരു മാപ്പിംഗ് ആണ് ഇസ് ഗിവൺ ബൈ എ ബി എന്ന് പറയുന്നത് എടുക്കുകയാണെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന, അഡീഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന, നമ്മൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ആയിരിക്കും. ഇനി സബ്ട്രാക്ഷൻ ആണെങ്കിൽ ആർ ക്രോസ് ആറിൽ നിന്ന് ആറിലേക്കുള്ളൊരു മാപ്പിംഗ് ആണ് വരുന്നത് ഈസ് ഗിവൺ ബൈ എ ബി എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ടാണ്. ഒരു സിംഗിൾ എലമെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ എ പ്ലസ് ബി ചെയ്യുമ്പോൾ നമുക്കൊരു എലമെൻറ്റ് വരും, എ മൈനസ് ബി ചെയ്യുമ്പോഴും ഒരു എലമെൻറ്റ് വരും. രണ്ട് എലമെൻറ്റ്സ് നമ്മൾ ഡൊമൈനിൽ നിന്ന് എടുക്കുന്നുണ്ട്. എ ബി എന്ന് പറയുന്നത് ആർ ക്രോസ് ആറിലത്തെ എലമെൻ്റ് ആണ്, ഇവിടെയും എ ബി എന്ന് പറയുന്നത് ആർ ക്രോസ് ആറിലത്തെ എലമെൻ്റ് ആണ്. ഇനി ഏതെടുക്കുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. മൾട്ടിപ്ലിക്കേഷനും ആർ ക്രോസ് ആർ ടു ആർ ആണ് ഈസ് ഗിവൺ ബൈ എ ബി. ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, എ ബി എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇത് ബൈനറി ഓപ്പറേഷൻ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ എന്ന് പറയുന്നത് എന്തായിരുന്നു, അതൊരു ഫംഗ്ഷൻ ആണെന്ന് പറയാൻ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏത് വാല്യൂസ് എടുത്താലും ഫംഗ്ഷൻ ആകുമ്പോൾ അതിന് എന്തായാലും ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ ഏത് വാല്യൂസ് എടുത്താലും, റിയൽ നമ്പേഴ്സിലത്തെ ഏത് വാല്യൂസ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇമേജ് ഉണ്ടായിരിക്കുമല്ലോ. ആർ ക്രോസ് ആറിലത്തെ ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്തിട്ട് അതിനെ നമ്മൾ അഡീഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ആ എലമെൻറ്റും ആറിലുണ്ടായിരിക്കും. അതുപോലെ സബ്ട്രാക്ഷൻ എടുക്കുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് ആർ ക്രോസ് ആറിലത്തെ ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്തിട്ട് അതിനെ മൈനസ് ചെയ്താലും അതും ആറിലുണ്ടായിരിക്കും. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഈ എ ബി എന്ന് പറയുന്നതും എന്തിലുണ്ടായിരിക്കും, ആറിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഓപ്പറേഷൻസ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഇത് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയാമല്ലോ. സിൻസ് പ്ലസ് മൈനസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആർ ഫങ്ഷൻസ് ആണ്. ദേ ആർ ബൈനറി ഓപ്പറേഷൻസ് ഓൺ ആർ.
ഇതിൽ ഏത് എടുത്താലും അത് നമുക്കൊരു ഇമേജ് കിട്ടും, അത് ആറിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിത് ഫങ്ഷൻസ് ആണെന്ന് പറയാം. ബൈനറി ഓപ്പറേഷൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഈ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ബൈനറി ഓപ്പറേഷൻസ് ആണ്. ഇനി എന്തുകൊണ്ടാണ് ഡിവിഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ഓൺ ആർ അല്ലെന്ന് വന്നേ നോക്കാം. ഡിവിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ആർ ക്രോസ് ആറിൽ നിന്ന് ആറിലേക്ക് തന്നെയുള്ളത് മാപ്പിംഗ് ആണ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഗിവൺ ബൈ എ ബി എന്ന് പറയുന്നത് എ ബൈ ബി ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എയും ബിയും എടുത്ത എലമെൻ്റാന്ന് പറഞ്ഞു, ആറിലത്തെ എലമെൻ്റാണ്. എയും ബിയും ഒക്കെ ആറിൽ നിന്ന് എടുക്കുന്ന എലമെൻ്റാണ്. അപ്പോൾ 0 എന്ന് പറഞ്ഞ എലമെൻറ്റ് എന്തിലുണ്ട്? ആറിലുണ്ടായിരിക്കുമല്ലോ. നമ്മൾ ബി എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്നത് എ 0 ആവും. അപ്പോൾ എന്താ ഡിഫൈൻ ചെയ്യുന്നത്? ഡിവിഷൻ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? എ ബൈ ബി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ A0 എന്ന് പറയുന്നത് എങ്ങനെയാവുക? എ ബൈ 0 അല്ല വരാം. ബിയുടെ പ്ലേസിൽ നമ്മൾ 0 ഇട്ട് കൊടുത്തു. എ ബൈ 0 എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആണോ? എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. ഇത് നമുക്ക് ആറിൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതായത് A0 എന്ന് പറയുന്നത് ആറിൽ ഉണ്ടാവില്ല. ബൈനറി ഓപ്പറേഷൻ ഡെഫിനേഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു എ ബി എന്ന് എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ളൊരു മാപ്പിംഗ് ആണ് സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന എലമെൻറ്റും എന്തിലുണ്ടായിരിക്കണം? എയിലുണ്ടായിരിക്കണം. ഇപ്പോൾ എ പ്ലസ് ബി ആണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുന്നത് സി ആണ്. അല്ലെങ്കിൽ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു നമുക്ക് സി എന്ന് പറയുന്ന വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ എയും ബിയും എ എന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സി എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കണം? എയിലത്തെ തന്നെ എലമെൻ്റ് ആയിരിക്കണം. പക്ഷേ A0 എന്ന് പറയുന്നത് എ ബൈ 0 എന്ന് പറയുന്നത് നമുക്ക് ആറിൽ ഇല്ലെന്ന് പറഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ആർ എന്ന് പറയുന്നത് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ഓൺ ആർ അല്ലെന്ന് പറഞ്ഞു കിട്ടും. ഇനി ഈ 0 അല്ലാത്തപ്പോൾ ആറിൽ 0 വരുമ്പോൾ മാത്രമാണ്, ഈ 0 എടുക്കുമ്പോൾ മാത്രമാണ് നമുക്കിത് ഡിഫൈൻഡ് അല്ലാതെ കിട്ടുന്നുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ തന്നെ അടുത്തത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആർ സ്റ്റാർ എന്ന് പറയുന്നത്, അതായത് നോൺ സീറോ റിയൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഡിവിഷൻ ബൈനറി ഓപ്പറേഷൻ ആണ് കാണിക്കേണ്ടത്. അപ്പോൾ ആർ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഈ 0 ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ 0 വെച്ച് ഏതൊരു എലമെൻ്റ് എടുത്താലും എ ബൈ ബി എന്ന് പറഞ്ഞ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ അത് വെച്ച് ആർ സ്റ്റാറിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ A0 എന്ന് പറയുന്നത് ആറിലില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിവിഷൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷൻ ഓൺ ആർ. ആറിലത്തെ ഏത് എലമെൻ്റ് എടുത്താലും നമുക്ക് ഈ ഡിഫൈൻ ചെയ്തേക്കുന്നത് പോസിബിൾ ആയിരിക്കണം. ഡിനോമിനേറ്റർ 0 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് ആറിലത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഡിവിഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആറിലത്തെ അല്ലെന്ന് കിട്ടും. ഇനി അടുത്തത് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആർ സ്റ്റാർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഏത് വാല്യൂസ് എടുത്താലും നമുക്ക് എ ബൈ ബി എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാൻ പറ്റുമല്ലോ. ഹൗവർ ഡിവിഷൻ ഫ്രം ആർ സ്റ്റാർ ക്രോസ് ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ ഗിവൺ ബൈ എ ബി ഡിഫൈൻ ചെയ്തേക്കുന്നത് എ ബൈ ബി തന്നെ ഈസ് എ ഫങ്ഷൻ and hence a binary operation on R star. ഏത് വാല്യൂ എടുത്താലും ആർ സ്റ്റാറിലത്തെ ഏത് എലമെൻറ്റിന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്താലും ഈ എ ബൈ ബി എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. എ ബൈ ബി ആർ സ്റ്റാറിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ആർ സ്റ്റാറിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് എ സ്റ്റാർ ബി ആണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാർ എന്ന് പറയുന്നത് ഏത് ഓപ്പറേഷൻ വേണമെങ്കിലാവാം. അപ്പോൾ അതിനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സിംഗിൾ വാല്യൂ കിട്ടും. അത് എയും ബിയും എടുക്കുന്ന സെറ്റിൽ തന്നെയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. താങ്ക് യു.